നമസ്കാരം, എല്ലാവർക്കും രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ്. അതായത് നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ കരുതേണ്ടത് ആ ജോലി കിട്ടുവാൻ വേണ്ടി ഏത് ജോലി കിട്ടുവാൻ വേണ്ടിയാണോ നമ്മൾ ടെസ്റ്റ് എഴുതാൻ പോകുന്നത്, ആ ജോലി കിട്ടുവാൻ വേണ്ടി റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എത്ര റാങ്കിന് ഉള്ളിൽ വരണം, അല്ലെ? ടോപ്പ് റാങ്കുകളിൽ എത്ര റാങ്കിനകത്ത് നമ്മൾ വരണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. ഫസ്റ്റ് അതെന്തിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്ന ആ പോസ്റ്റിന്റെ ഇതുവരെയുള്ള വേക്കൻസിയെ വെച്ചുകൊണ്ടായിരിക്കാം. നേരത്തെ കഴിഞ്ഞ പരീക്ഷ നടത്തിയപ്പോൾ എത്ര വേക്കൻസി ഫില്ല് ചെയ്തു, അതിനുശേഷം പിന്നീട് എത്ര നാള് കഴിഞ്ഞാണ് ഈ പരീക്ഷ നടത്തുന്നത്, അപ്പോൾ എത്ര നാള് അത്രയും വെച്ച് നോക്കുമ്പോൾ എത്ര വേക്കൻസി നമുക്കുണ്ടാകും. അപ്പൊ ആ വേക്കൻസിയെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടാണ് നമുക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ടോപ്പ് റാങ്ക് ആണ്. അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ആശങ്കകളില്ല. എങ്കിൽ പോലും നമ്മൾ ചില വസ്തുതകളും ചില നമ്മുടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് എത്ര റാങ്കിന് ഉള്ളിൽ വന്നാൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആകാം എന്നുള്ളതാണ്. നമുക്ക് അറിയാം, കഴിഞ്ഞ ടെസ്റ്റ് മുതലാണ് PSC നേരിട്ട് നടത്തി തുടങ്ങിയത്. കഴിഞ്ഞ 2016 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് മുമ്പ് ഈ യൂണിവേഴ്സിറ്റികൾ സ്വയമേ നടത്തുന്ന ടെസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതായത് 2004 അതിനു മുമ്പ് ഒരു ടെസ്റ്റ് ഉണ്ടായത്. അതിന്റെ പ്രിലിമിനറി എന്ന് പറയുന്നത് 2004 ടെസ്റ്റ് നടത്തി. പിന്നീട് 2009 അതിന്റെ മെയിൻ നടത്തേണ്ടി വന്ന പല യൂണിവേഴ്സിറ്റികളിലും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2004 കഴിഞ്ഞുള്ള ആ പ്രിലിമിനറി പരീക്ഷ വന്നപ്പോൾ ചില മാൽ പ്രാക്ടീസുകളൊക്കെ ഉണ്ടായി. അതിന്റെ പേരിൽ കോടതി ഇടപെട്ട് ആണ് 2009 പരീക്ഷ നടത്തിയത്. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് 2010 വന്നു. പിന്നെ 2011 നിയമനം. അപ്പൊ അതിലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, പല മാൽ പ്രാക്ടീസൊക്കെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പല സംഘടനകളും ഇടപെട്ട്, പല വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടാണ് അല്ലെങ്കിൽ ഈ ജോബ് ആസ്പിറൻസ് ഉദ്യോഗാർത്ഥികൾ അവരുടെ സമ്മർദ്ദത്തിന്റെ മൂലമാണ് സർക്കാർ ഈ പറയുന്ന പോലെ PSCക്ക് വിട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരാൻ വേണ്ടി, അതായത് 2009 നടന്നതിന് ശേഷം പിന്നീട് പരീക്ഷ നടക്കുന്നത് 2016. ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ പരീക്ഷ 2009 മെയിൻ പരീക്ഷയ്ക്ക് ശേഷം പിന്നെ 2016 പരീക്ഷ നടന്നത്. അപ്പൊ നോക്കുമ്പോൾ 7 വർഷത്തെ വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പൊ 7 വർഷത്തെ വേക്കൻസി, റിട്ടയർമെന്റ് വേക്കൻസി ഒക്കെ വെച്ചപ്പോൾ ശരിക്കും വേക്കൻസി ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം നടന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, 1000 പരം അല്ലെങ്കിൽ ഒരു 1500 പേർക്ക്, ഇത്രയും പേർക്കൊക്കെ, ഏകദേശം അത്രയും പേർക്കൊക്കെ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റും. അത് തന്നെ പല സമ്മർദ്ദത്തിന്റെ പേരിലാണ്. പിന്നീട് ഉള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊന്നും ജോലി കിട്ടിയില്ല യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന 2009 മുതൽ 2016 വരെ ഈ വേക്കൻസികൾ ഉണ്ടായപ്പോൾ പല യൂണിവേഴ്സിറ്റികളും എന്താണ് ചെയ്തത്, താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്ട് ബേസിൽ ഈ പറയുന്ന ആൾക്കാർ സ്റ്റാഫിനെ ഉൾപ്പെടുത്തി. അപ്പോൾ പിന്നീട് നമുക്ക് കാണാൻ, അപ്പം ഈ പറയുന്ന അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന PSCക്ക് വിടുമോ എന്നുള്ള ധാരണയൊന്നുമില്ല. അവർ താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാണ്. പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് പരീക്ഷ നടന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 7 വർഷം കൊണ്ട് തന്നെ ഈ പറയുന്ന കോൺട്രാക്ട് ആയിട്ട് ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്തിരുന്നവർക്ക്
അവർ ഈ പറയുന്ന പല തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ട് ആ പരിചയമൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളും നല്ല വേക്കൻസി ഉണ്ടെങ്കിൽ പോലും പലരും 200 അല്ലെങ്കിൽ 200 സംതിങ് 300 വേക്കൻസി പോലും 300-നകത്ത് ഉള്ള വേക്കൻസികളാണ്. അതായത് 300 കൂടുതലൊരു വേക്കൻസി ഒരു യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ പല ഒഴിവുകളെയും പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് പല യൂണിവേഴ്സിറ്റികളും റിപ്പോർട്ട് ചെയ്തത്. അപ്പം അതിന്റെ പേരിൽ തന്നെയാണ് അത്രയും ഈ പറയുന്ന ഈ വർഷം 7 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ മൊത്തം യൂണിവേഴ്സിറ്റികൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ആയാലും ഒരു മിനിമം ഒരു 5000 പേർക്കെങ്കിലും ജോലി കിട്ടേണ്ട സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന പോലെ ചില താല്പര്യങ്ങളുടെ ബേസിൽ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ ഇല്ലാതാവുന്നു. പലരും ഇപ്പോഴും ഈ പറയുന്ന കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പലരും കേസിന് പോയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില വസ്തുതകൾ ഇതിനകത്ത് ഉണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കേസ് കൊടുത്താൽ പോലും ഈ പറയുന്ന കേസ് കോടതികളുടെ സമയമനുസരിച്ച് മാറ്റിവെക്കും. അങ്ങനെയൊക്കെ ആയി വരുമ്പോൾ പിന്നെ ഇത് ഹൈക്കോടതി തീരത്തില്ല, സുപ്രീം കോടതിയിൽ പോകും. അപ്പം ഇത്രയും പ്രോസസ്സ് വരുമ്പോൾ എങ്ങനെയായാലും ഒരു മിനിമം ഒരു 3 വർഷത്തെ കാലതാമസം വരും. ഈ 3 വർഷം കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. നമ്മൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യം ഒന്നുമില്ല. അപ്പോഴത്തേനും സംഭവം തീരും. അവരും അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളാണ് ഈ കൊണ്ട് കേസ് കൊടുക്കുന്നത്. ആ കേസ് കൊടുക്കുന്നത് അവർക്ക് തുണയാവും. കാരണം അവരിങ്ങനെ തട്ടി നീട്ടി കൊണ്ട് പോയി 3 വർഷം എങ്ങനെയായാലും കഴിയും. അപ്പോൾ നമ്മുടെ അവസരം ഇല്ലാതാവുകയും ചെയ്യും. അപ്പം ഇനി നമ്മൾ മനസ്സിലായി, ഇത്രയും ഞാൻ പറഞ്ഞ വസ്തുതകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന ടെസ്റ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആയാലും ഒരു 10-600 റാങ്കിനകത്തെങ്കിലും വരണം. ഈ 7 വർഷം ശേഷമാണ് ഈ പരീക്ഷ നടത്തിയിട്ട് പോലും പല യൂണിവേഴ്സിറ്റികളും 300-നകത്തുള്ള ഈ പറയുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന 2016 അടുത്ത 2019 പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് എന്തായാലും ഒരു യൂണിവേഴ്സിറ്റിയും ഒരു 200 കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വിചാരിക്കേ വേണ്ട. ആകെ 17 യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. ഒരു 200-നും 150-200-നകത്തുള്ള വേക്കൻസിയെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതുപോലെ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ആകുമ്പം നമുക്കത് നേരത്തെ തന്നെ PSC നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും വന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ പറയുന്ന കമ്പനി ബോർഡ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നമുക്കുണ്ടാവുക, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും. അപ്പം അതുകൊണ്ട് എങ്ങനെയായാലും നമ്മളൊരു 800-നകത്ത് അല്ലെങ്കിൽ 600-800 ഇതിനകത്ത് നമുക്ക് വന്നാൽ, അതായത് 500-നകത്ത് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം. 500 മുതൽ 800-നൊക്കെയാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടി അകത്താവും. പിന്നീടുള്ളവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ട്, മിക്കവാറുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ വേക്കൻസി ഉണ്ട്. പക്ഷെ അത് അവർ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. ഡെപ്യൂട്ടേഷന് പോയിരിക്കുന്നവരുടെ വേക്കൻസി ആണെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ലോങ് ലീവിന് എടുത്തവരുടെ വേക്കൻസി ആണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പൂഴ്ത്തി വെക്കുന്നു. പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകളുടെ പിൻബലത്തിൽ അതൊക്കെ അവരുദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നമ്മളൊക്കെ അതിനകത്ത് ഫൈറ്റ് ചെയ്താൽ പോലും നമ്മുടെ കേസ് കൊടുത്തൊക്കെ നമ്മുടെ പൈസ പോകുന്നതല്ലാതെ നമുക്ക് ഫലമുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും മുതിരാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമുക്ക് എത്രയും ഈ വരാൻ പോകുന്ന ഏപ്രിലോ മെയിലോ ഒക്കെ ആയിരിക്കും എക്സാം നടക്കാൻ ചാൻസ്. ഈ പറയുന്ന ഡിസംബറിനുള്ളിൽ നമ്മൾ ഈ നവംബറിലോ ഡിസംബറിലോ ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ വേക്കൻസി ഉണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇനിയുള്ള വേക്കൻസികൾ പല യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യും, പൂഴ്ത്തി വെക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ വേക്കൻസി നമ്മളെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ എടുക്കുന്നത് വളരെ കുറവായിട്ടായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിശാലമായിട്ടുള്ള വേക്കൻസി ഒന്നും കാണാതെ നമ്മൾ എന്ത് ചെയ്യുക, തുച്ഛമായ വേക്കൻസി ഉള്ള ഒരു പരീക്ഷയെ നമുക്ക് ഇപ്പം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമുക്കറിയാം
ഒരു 10-300-നകത്തൊക്കെ വന്നാലേ നമുക്ക് ആ ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ നമ്മളൊന്ന് കൺഫൈൻ ചെയ്തിട്ട് നമ്മുടെ വേക്കൻസിയെ നമ്മളൊന്ന് ലിമിറ്റ് ചെയ്തിട്ട് മനസ്സുകൊണ്ട് ലിമിറ്റ് ചെയ്തിട്ട് ഇനി 500 വേക്കൻസി ഉള്ള അത്രയും വേക്കൻസി ഉള്ളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ബാക്കി നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കും, എന്താ യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി വേക്കൻസി ഉണ്ട്, അതായതാന്നൊക്കെ പറഞ്ഞ് ഇത്രയും 17 അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലയിടത്തും നമുക്ക് വായിച്ചും മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ സത്യത്തിൽ നടക്കാൻ പോകുന്നത് ഈ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരു 500-നകത്ത് വരത്തക്ക രീതിയിൽ നമ്മുടെ റാങ്ക് ഒരു മിനിമം അല്ലേ, മിനിമമാണ് ഞാൻ പറഞ്ഞത്. മിനിമം അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. മിനിമം ഒരു 300 അല്ലെങ്കിൽ 500, അതിനകത്ത് നമ്മൾ മാക്സിമം 800 മാക്സിമം 800, മിനിമം 500, ആ തരത്തിൽ അതിനുള്ളിൽ വരത്തക്ക രീതിയിലുള്ള ഒരു പരിശീലനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ എല്ലാം വസ്തുതകൾ തന്നെയാണ്. ഞാൻ ഇനി ഇതുപോലെ സംഭവിക്കും എന്നുള്ളത് എൻ്റെ മുൻവിധിയാണ്. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നമുക്കങ്ങനെ സാധ്യതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പരിശീലനം മുന്നോട്ട് പോകരുത്. നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക, നമുക്ക് ഇത്ര റാങ്കിനുള്ളിൽ ഒരു 500 റാങ്കിനുള്ളിൽ ഞാൻ വാങ്ങിച്ചിരിക്കും, അതിനുവേണ്ടിയായിരിക്കും എൻ്റെ ലക്ഷ്യം. അത്തരത്തിലൊരു രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ പരിശീലനം തുറന്നു കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ പറയുന്ന ചാനലിൽ നമുക്കെല്ലാവർക്കും അറിയും ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ഇംഗ്ലീഷാണ് നമ്മുടെ ചാനൽ. നമ്മൾ ഇതിനോടൊപ്പം തന്നെ പല പരീക്ഷകൾക്കും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും തീർച്ചയായിട്ടും ഇൻറ്റൻസീവ് കോച്ചിങ് തന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.